പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നേരത്തെ ഈ ജയിൽചാട്ടത്തിന് ഗോവിന്ദച്ചാമിക്ക് ആരുടെയെങ്കിലും സഹായം കിട്ടിയോ എന്നുള്ള സംശയം അതിശക്തമായി തന്നെ ഉയർന്നതാണ്. പിന്നീട് ഈ അന്വേഷണ സമിതി ഈ ചെറിയ ആയുധം ഉപയോഗിച്ച് എങ്ങനെ ഈ ജയിലിൻ്റെ കമ്പി മുറിച്ചു എന്നുള്ള സംശയമൊക്കെ പ്രകടിപ്പിക്കുന്നതും കണ്ടു. പോലീസിൻ്റെ ചില വാദങ്ങളെ സംശയത്തോടുകൂടി നോക്കിക്കാണുന്നത് കണ്ടു. ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം പോകുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. വിവരങ്ങൾ എന്താണ് ഷഫീദ് റാവുത്തർ? രഞ്ജിത്ത്, ഇക്കഴിഞ്ഞ കാലയളവിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഇത്രയധികം പഴി കേൾക്കേണ്ടി വന്ന ഒരു വിഷയം വേറെയില്ല. കൊടും കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പിന് വലിയ തരത്തിൽ പഴി കേൾക്കേണ്ടി വരികയും പിന്നീട് മുഖ്യമന്ത്രി തന്നെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം പരിശോധിക്കാൻ രണ്ടംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചത്. ജേക്കബ് പുന്നൂസിന്റെ നേതൃത്വത്തിലുള്ള രണ്ടംഗ വിദഗ്ധ സമിതി കണ്ണൂർ ജയിലിൽ നേരിട്ടെത്തി പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അവരുടെ പ്രാഥമിക കണ്ടെത്തലടക്കം ജയിൽ വകുപ്പിന് കാര്യമായി വീഴ്ച പറ്റി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗോവിന്ദച്ചാമി ജയിൽ സെല്ലുകൾ മുറിക്കാൻ ഉപയോഗിച്ച ആയുധം സംബന്ധിച്ച് പോലീസും അതേപോലെ തന്നെ ജയിൽ വകുപ്പും പറഞ്ഞ കാര്യങ്ങളെ അപ്പാടെ തള്ളുന്നതായിരുന്നു വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജയിൽ ചാട്ടത്തിനായി ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് കണ്ടെത്താനായില്ല എന്ന് വിദഗ്ധ സമിതി പറഞ്ഞു. കൂടാതെ സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൽ അവ്യക്തതയുണ്ടായിരുന്നു. പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് കമ്പി മുറിക്കുക എളുപ്പമല്ലെന്നും വിദഗ്ധ സമിതി കണ്ടെത്തി. കാലപ്പഴക്കം ചെയ്ത സെല്ലുകൾ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പലയിടങ്ങളിലും മതിൽ തകർച്ച ഭീഷണിയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ഈ വിദഗ്ധ സമിതി സർക്കാരിനെ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അത് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിട്ടിപ്പോൾ ഉത്തരവിറക്കിയിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് മേധാവി അതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമായിരിക്കും ഇനി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുക. ഈ ജയിൽ ചാട്ടത്തിന് പിന്നാലെ വീഴ്ച വരുത്തിയ 4 ഉദ്യോഗസ്ഥർക്കെതിരെ 4 ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഇനി ഇക്കാര്യത്തിലടക്കം കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ, കൂടുതൽ എന്തെങ്കിലും കണ്ടെത്താനുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തുക. റീജിത്ത്, ഷഫീദി, ഇങ്ങനെ ഒരു ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്യണമെങ്കിൽ അത് ജയിലിനകത്ത് നിന്ന് തന്നെ അതിനുള്ള സഹായം ലഭിച്ചു. പ്രധാനമായ രീതിയിൽ തന്നെ ജയിലിനകത്ത് നിന്ന് തന്നെ സഹായം ലഭിച്ചു എന്നൊരു വിലയിരുത്തലുണ്ടോ? അതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ അന്വേഷണം പോകുന്നത് ഇങ്ങനെ? ഷഫീദ്, ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് രഞ്ജിത്ത്. കാരണം വിദഗ്ധ സമിതി ഈ പോലീസിന്റെയും ജയിൽ വകുപ്പിന്റെയും കണ്ടെത്തലുകൾ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും തള്ളി. അതിൽ ഏറ്റവും പ്രധാനം ഇയാളുടെ ആസൂത്രണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് മാസങ്ങൾ നീണ്ട ആസൂത്രണം എന്നുള്ള വാദം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. കൂടാതെ സെല്ല് മുറിക്കാൻ ഉപയോഗിച്ച ആയുധം, അതേപോലെ തന്നെ ആ ഗോവിന്ദച്ചാമിയുടെ പെരുമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ, സഹതടവുകാരോടുള്ള ഇയാളുടെ കമ്മ്യൂണിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ വിദഗ്ധ സമിതിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതടക്കം സർക്കാരിനെ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. പ്രത്യേകിച്ച് ഇതിലെടുത്തു പറയേണ്ട കാര്യം, ഒരു വീഴ്ച എന്നതിനപ്പുറത്തേക്ക് ഗോവിന്ദച്ചാമിക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം എന്ന ആരോപണമായി ഉയർത്തിയിരുന്നു. അക്കാര്യങ്ങളിലൊക്കെ അന്ന് ചില സംശയങ്ങളും ഉടലെടുത്തിരുന്നു. പക്ഷേ അത് ഒരു കൺക്ലൂസീവ് അതിനകത്തൊരു തീരുമാനത്തിലേക്ക്, ഒരു വിലയിരുത്തലിലേക്കൊന്നും ഇതുവരെയും എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതടക്കം ശാസ്ത്രീയമായും വിശദമായും അന്വേഷിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിൽ ഏത് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്നുള്ളത് ക്രൈംബ്രാഞ്ച് മേധാവി കണ്ണൂർ ജില്ലാ ക്രൈംബ്രാഞ്ചിനോട് നിർദ്ദേശം നൽകി അവിടുത്തെ ഉദ്യോഗസ്ഥരെ കൊണ്ടായിരിക്കും അന്വേഷണം നടത്തിക്കുക. ശ്രീജിത്ത്.